ഹേ ഗായ്സ്, അപ്പം ഞാനിപ്പോൾ എവിടേക്കാണ് പോണേന്ന് വെച്ചാൽ ഞാനൊന്ന് ഹെയർ കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. കാരണം കുറേ ദിവസമായി വിചാരിക്കണു, ഒന്നും വിചാരിക്കുന്നില്ല. അതെന്താണെന്നറിയോ, ഇല്ലെങ്കിൽ ഞാൻ കുറേ ദിവസം മുന്നേ ഹെയർ ഒക്കെ കട്ട് ചെയ്യുന്നതിന് മുന്നേ പ്ലാനിങ് ചെയ്യാം കേട്ടോ. മമ്മിയോടൊക്കെ ചോദിച്ച് എത്ര കട്ട് ചെയ്യണം, എങ്ങനെ കട്ട് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഇത് അങ്ങനെയൊന്നും ആയിരുന്നില്ല, പെട്ടെന്ന് പോയിട്ടുള്ള ഒരു കട്ട് ചെയ്യലായിരുന്നു. ഞാനിങ്ങനെ ചുമ്മാ ഇരിക്കും, എനിക്ക് തോന്നിയതാണ് കേട്ടോ ഒന്ന് പോയി നോക്കിയാലോ എന്നുള്ളത്. മമ്മിയോടും കൂടെ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ 45 ഡേയ്സ് കൂടുമ്പോൾ ഹെയർ കട്ട് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ പണ്ടൊക്കെ നമ്മളിത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കഴിഞ്ഞ ഡിസംബറിൽ എപ്പോഴും വെട്ടിയതാണ് കേട്ടോ. എന്തായാലും കുറേ ആയില്ല. അപ്പം ഞാൻ എൻ്റെ മുടി വെട്ടാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ആകെ പറഞ്ഞിരുന്ന ഒരു ഡിമാൻഡ് എൻ്റെ മുടി ഒട്ടും ലെങ്ത് കുറയ്ക്കരുത് എന്നായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് അടിപൊളിയിട്ട് സെറ്റായിട്ട് കട്ട് ചെയ്താണ്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഇത് രസമുണ്ടോ ഇല്ലേ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യണേ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഇത് ഏതാ ഹെയർ കട്ട് എന്നുള്ളത്. ഫ്രണ്ടിൽ ഞാൻ ഫേസ് ഫ്രെയിമിംഗ് ആണ് ചെയ്തത്. ബാക്കിലോട്ട് ആ ലേയേഴ്സ് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുത്തു. അത്രേ ചെയ്തിട്ടുള്ളൂ, ഒട്ടും തന്നെ ലെങ്ത് കുറച്ചിട്ടില്ല. പിന്നെ എനിക്ക് 2-3 ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മച്ചനും ഭാവിക്കും കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ച് നമ്മൾ അങ്ങനെ വീട്ടിലോട്ട് പോയി. അപ്പോൾ അത്രയല്ലോ, ചാ.